ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഹൈബ്രിഡ് ചൈനീസ് ബോൾസം പ്ലാന്റ് ലീഫിൽ നിന്ന് പിടിച്ച ഒരു പ്ലാന്റ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നേ. ഞാൻ കാണിച്ചു തരാം, അതിൻ്റെ വളർച്ച ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ട, ഇതാണ്. അത്ര അങ്ങ് വളർച്ചയില്ല, പെട്ടെന്നങ്ങ് ഹെൽത്തി ആയിട്ട് നല്ല ബുഷിയായിട്ട് അങ്ങ് വരണില്ല. ലീഫിൽ നിന്ന് പിടിപ്പിച്ച പ്ലാന്റ് പിടിപ്പിച്ചല്ല, തനിയെ അത് മുളച്ച് വന്നതാണ്. ഞാൻ അപ്പോഴേക്കും 2 ലീഫ് ഞാൻ വച്ചിട്ടുണ്ടായിരുന്നു. അതും ഇതേ അവസ്ഥ തന്നെയാണ്, നന്നായിട്ടല്ല ഹെൽത്തി ആയിട്ടങ്ങ് വരുന്നില്ല. പക്ഷെ അതേസമയം ഞാൻ കട്ടിങ് എടുത്തിട്ട് വെച്ചതാണേ. അതേ സമയം ആ സമയം വെച്ചതാണ് നല്ല ഹെൽത്തിയായി ഇതാ മുട്ടൊക്കെ വന്നു തുടങ്ങി. ഈ പ്ലാന്റ് ഇതുമല്ല. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടും ലീഫിനെക്കാളും നല്ലത് ലീഫ് വെച്ചാണ്ട ഹെൽത്തി അല്ല, ഒരു ചെറിയ കുഞ്ഞു പ്ലാന്റ്. വളർച്ച ഭയങ്കരമായിട്ട് താമസമാണ്. അതിനേക്കാളും നമുക്ക് കട്ടിങ് വെച്ച് തന്നെയാണ് പിടിപ്പിക്കാൻ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ കൂട്ടുകാരും കട്ടിങ് വെച്ചിട്ട് തന്നെ പിടിപ്പിക്കണം. പിന്നെ തീരെ ഇല്ലാത്തവർക്ക് ഒരു പ്ലാന്റ് കിട്ടിയ ഒരു ലീഫ് കിട്ടിയാലും വെച്ച് പിടിപ്പിക്കാം. ഇത്തിരി താമസം ഉണ്ടെന്നേ ഉള്ളൂ. അത് ഞാൻ കാണിച്ചില്ലായിരുന്നല്ലോ, അതുകൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട്. നമ്മളെ മഴയൊക്കെ കിട്ടിയപ്പോൾ നല്ല സുന്ദരി മണികളായിട്ട് ഇപ്പോണ്ടേ നമ്മളെ ബോൾസം പ്ലാന്റ്. ഇതെല്ലാം നല്ല പൊക്കമായി, നല്ല ഹൈറ്റ് വെച്ച് ഇനി ഇതിൽ നിന്ന് കുറേ പ്ലാന്റുകളൊക്കെ ഇതൊക്കെ നല്ല ഹൈറ്റായി. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഇനി കട്ടിങ് എടുത്തിട്ട് പുതിയ പ്ലാന്റ് ഇനി പിടിപ്പിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് പഴയതങ്ങ് പോകുമ്പോൾ നമുക്ക് ചെടി ഇല്ലാതായിപ്പോവും. അതുകൊണ്ട് വച്ച് പിടിപ്പിക്കണം. അടുത്ത വേറൊരു വീഡിയോയിൽ ഞാൻ കട്ടിങ് എടുക്കുന്നതും കട്ടിങ് ഏത് മണ്ണിലാണ് വച്ച് പിടിപ്പിക്കുന്നതെന്നൊക്കെ ഉള്ളൊരു വീഡിയോ ഞാൻ ചെയ്യാം. എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും പൂക്കളും ചെടികളും ഇഷ്ടമാണെന്നറിയാം. ഇഷ്ടമുള്ളവർക്കൊന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കണേ. നമ്മളെ ബോൾസം പ്ലാന്റ് നല്ല സുന്ദരികളായിട്ട് നിൽക്കുന്നത് എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കണം. എല്ലാവരും കാണട്ടെ, ഷെയർ ചെയ്ത് കൊടുക്കണം. നമുക്കിത് വലിയ പ്ലാന്റായിട്ട് നിൽക്കുമ്പോൾ തന്നെ നമ്മൾ മാറ്റി വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളതിന് പോകും കേട്ടോ. നമ്മൾ ഇങ്ങനെ ഹെൽത്തി ആയിട്ട് നിൽക്കുമ്പോൾ തന്നെ നമ്മളതിൻ്റെ കട്ടിങ് എടുത്തിട്ട് മാറ്റി പിടിപ്പിക്കണം. പിടിപ്പിച്ചില്ലെങ്കിൽ നമ്മളൊന്നും നഷ്ടമാവും. എല്ലാവർക്കും ഇഷ്ടമായ നല്ല രാവിലെ നല്ല ഭംഗിയായിട്ട് നിൽക്കണ്ടേ. കുറച്ചുകൂടെ കഴിയുമ്പം ഒരു വെയിലടിക്കുമ്പോൾ നമുക്ക് ഈ ഭംഗിയൊന്നും കാണില്ല, വാടി നിൽക്കും കുറച്ച്. പിന്നെ നമുക്ക് വൈകിട്ടാകുമ്പോൾ വീണ്ടും ഇതുപോലെ നല്ല ഫ്രഷായിട്ട് നല്ലതായിട്ട് നിൽക്കും. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കേ.